ഹലോ ഗൈസ്, ഇന്ന് കിട്ടിയിരിക്കുന്നത് റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ബാക്ക് ക്യാമറ ആണെങ്കിൽ 1x 2x എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ നേരെ ഫ്രണ്ട് ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഇതേപോലെ ബ്ലറായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ക്യാമറ കംപ്ലയിൻറ്റ് മാത്രമല്ല, ഫോൺ ഓവറായിട്ട് ഹാങ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ സൗണ്ട് സൗണ്ട് ഇടയ്ക്ക് ഇയർ പീസ് സൗണ്ട് കേൾക്കുന്നില്ല, ലൗഡ് സ്പീക്കർ കേൾക്കാൻ ഇയർ പീസ് കേൾക്കുന്നില്ല, അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഈ ക്യാമറയുടെ ഇഷ്യൂ എന്താണെന്ന് തന്നെ നോക്കാം. നമ്മൾ അതിൻ്റെ ഫോൺ ഫുള്ള് ഡിസംബിൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ, അങ്ങനെ റെഡ്മിയുടെ കുറേ സീരീസ് വരുന്നുണ്ട്. അതിനെല്ലാം ഈ CPU കംപ്ലയിൻറ്റ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് CPU-വിൻ്റെ ഇഷ്യൂ തന്നെ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ നേരെ ഫോൺ സേഫായിട്ട് ഡിസംബിൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ മദർ ബോർഡിനകത്ത് നിന്ന് ഫ്രണ്ട് ക്യാമറയുടെ GR എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഗ്രൗണ്ട് കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ മൾട്ടിമീറ്റർ നമ്മൾ ഡയോഡ് മോഡ് ഇട്ടിട്ട് പിന്നെ ഈ ക്യാമറയിലോട്ടുള്ള കണക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ സ്കിമാറ്റിക്സും അതുപോലെ കാര്യങ്ങളൊക്കെ ബെർണിയോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ക്യാമറയിലോട്ട് വരുന്ന ഒരു ഡാറ്റ കണക്ഷൻ മിസ്സായിട്ട് കാണിക്കുന്നു. അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കണക്ഷൻ വേറെ കമ്പോണൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് CPU-ലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും CPU റിമൂവ് ചെയ്ത് നോക്കണം. ബോർഡ് ഇൻറ്റേർണലി വല്ല കണക്ഷൻ ബ്രേക്ക് ആയതാണോ അതോ ഈ CPU-ൻ്റെ അകത്തുള്ള ബോർഡ് ഡ്രൈ ആയതാണെന്ന് നമുക്ക് CPU റിമൂവ് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഷീൽഡൊക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷീൽഡ് ഞാൻ കട്ട് ചെയ്യുന്നത് നമുക്ക് ആ CPU ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് മാത്രമുള്ള രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് മണ്ടയിൽ വരുന്ന ആ ഒരു എന്തായാലും പറയുന്നത് ഷീൽഡിൻ്റെ ആ ഒരു പ്ലേറ്റ് തിരിച്ച് വെക്കാൻ പറ്റത്തില്ല. അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു കൂളിംഗ് നടക്കത്തില്ല CPU-ൽ. അപ്പം നമുക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഷീൽഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൈൻഡർ യൂസ് ചെയ്യുന്ന ടൈമിൽ നോക്കിക്കോണം. കാരണം ഇൻ കേസ് ഇത് എന്തെങ്കിലും തെറ്റി CPU-ൻ്റെ മണ്ടയിൽ ടച്ച് ആയി കഴിഞ്ഞാൽ CPU ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോണിനകത്തുള്ള ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. CPU ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് വേറെ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ eMMC-യുടെ മണ്ടയിൽ 3-4 ലെയറായിട്ട് സിൽവർ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPU-ന് ഹീറ്റ് അടിക്കുമ്പോഴത്തേക്കും eMMC-ക്ക് ഹീറ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നേരെ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഈ CPU-ന് ചുറ്റും ഒരു കറുത്ത ഗമ്മുണ്ട്. അപ്പോൾ ആ ഒരു ഗം, അതായത് നല്ല അത്യാവശ്യം കട്ടിയുള്ള ഗമ്മാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഈ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഈ ബോർഡിന് കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ, അതിൻ്റെ ലെയറിന് കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ CPU ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് എയർ ഗണ്ണിൽ 320-ഉം ഹീറ്റ് 320-ഉം എയർ 40 ഇട്ടതിന് ശേഷം നമ്മൾ CPU-ൻ്റെ ചുറ്റും നല്ല വൃത്തി ഹീറ്റ് അടിച്ചതിന് ശേഷം അതൊരു 10 സെക്കൻഡ് ഹീറ്റ് അടിച്ചതിന് ശേഷം 10-15 സെക്കൻഡ് അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫ്ലെക്സ് ഇട്ടതിന് ശേഷം ഡയറക്റ്റ് ഹീറ്റ് 350 ആക്കി, 350-ഉം എയർ 60-ഉം ആക്കിയതിന് ശേഷം CPU-ൻ്റെ മുകളിൽ തന്നെ ഇതേപോലെ ഹീറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ആദ്യം 320 ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ബോർഡ് ഒന്ന് പ്രീ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ ഒറ്റയടിക്ക് നമ്മൾ 350-ലോട്ട് ആക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് CPU നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, ആ സ്ക്രാപ്പർ ആ CPU-ൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേപോലെ CPU ബോഡിയിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അതായത് പ്രിൻ്റൊന്നും പോയിട്ടില്ല. അതിനുശേഷം നമ്മൾ നേരെ ഒരു 138-ൻ്റെ PPDയും അതേപോലെ തന്നെ ഫ്ലെക്സോട് യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഓൾറെഡി ഉള്ള ആ ഒരു ലെഡിൻ്റെ എല്ലാം മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 138-ൻ്റെ PPD യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തുള്ള ആ പഴയ ലെഡെല്ലാം നമുക്ക് വിക്ക് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോർഡിനകത്തുള്ള ആ പഴയ ലെഡെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വിക്ക് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോഴത്തേക്കും വിക്ക് ഒരുപാട് പ്രസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യുന്ന പോലെ തോന്നും. ഇപ്പോൾ ഈ വീഡിയോ 2x സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഓവർ പ്രഷർ കൊടുക്കാത്ത രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻറ്റുകൾ തമ്മിൽ ഷോർട്ടായിട്ട് പിന്നെ അത് UV ഒക്കെ ഇട്ട് ക്ലിയർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഓവർ ടൈം പിടിക്കും. അപ്പോൾ നമ്മളിത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു ക്ലോത്തും ടിൻഡർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ CPU-നകത്ത് ചെറിയതായിട്ടൊരു ഗമ്മ് കണ്ടു. അപ്പോൾ ഈ ഗമ്മ് കംപ്ലീറ്റ് കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ രണ്ടാമത് CPU വെക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യത്തുള്ളൂ, അതുപോലെ തന്നെ കൂടുതൽ ലൈഫും കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്ലൂ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് 260 ഹീറ്റും അതുപോലെ തന്നെ 40 എയർ യൂസ് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഉള്ള ഗ്ലൂ നമ്മൾ വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുള്ള് ഗ്ലൂ എല്ലാം കട്ട് ചെയ്ത് ബോർഡ് പക്കയായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് CPU ക്ലീൻ ചെയ്യുന്നതാണ്. CPU ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ CPU എടുത്ത് IC സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമ്മൾ ആ CPU ലിഫ്റ്റ് ചെയ്യാൻ എത്രയാണോ ഹീറ്റ് യൂസ് ചെയ്തത് അതേ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ മേലുള്ള ഗമ്മും നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് 350 ഹീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതിനകത്തുള്ള ഗമ്മെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 350 തന്നെ ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഏതെങ്കിലും ഇത് ആ പഴയ CPU-നകത്തുള്ള പഴയ ഏതെങ്കിലും ഒരു ബോൾ വല്ലതും ഡ്രൈ ആയിട്ട് അതായത് അത് മെൽറ്റാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്രാപ്പർ യൂസ് ചെയ്യുന്ന ടൈമിൽ CPU-ൻ്റെ പ്രിൻ്റൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ CPU ലിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്തായാലും അതിലെ ബോളെല്ലാം മെൽറ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ നമുക്കത്
പ്രിൻ്റ് ഒന്നും മിസ്സാവാണ്ട് ലിഫ്റ്റായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ 350 തന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും 350 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറേ ടൈം നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാലും CPU ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മൾ ഒരു 10-30 സെക്കൻഡിനുള്ളിൽ തീർക്കുന്ന രീതിയിൽ തന്നെ ആ ടൈം അത്രയും ഡയറക്റ്റ് അടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കില്ല, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 138ൻ്റെ PPD യൂസ് ചെയ്തിട്ട് നമ്മൾ ആ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ, ആ ബോഡി ചെയ്ത പോലെ തന്നെ ആ പഴയ ലെഡ് മെൽറ്റ് ആവാൻ വേണ്ടി 130ൻ്റെ PPD യൂസ് ചെയ്ത് ഫ്ലെക്സ് യൂസ് ചെയ്തിട്ട് വിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്താലും ഇതിനകത്ത് ചില ബോൾസ് ചിലപ്പോൾ ഒരു കറുത്ത ഷെയ്ഡ് പോലെ കാണും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കമ്പി ബ്രഷ് കിട്ടും. അപ്പോൾ ആ ബ്രഷ് ഇതുപോലെ ടിന്നറിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ അത്യാവശ്യം വലിയ പ്രഷർ കൊടുക്കാത്ത രീതിയിൽ ഉരയ്ക്കാന്നുണ്ടെങ്കിൽ ആ പ്രിൻ്റ് ആ കൊറേഷനുള്ള ബോളൊക്കെ പക്കയായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഈ വോയിസിന് ഒറ്റയടിക്ക് പറയുന്നുണ്ട് നാക്ക് കയറി ഓടക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ CPU റീബോളിംഗ് ആണ്. അപ്പം ഞാൻ ഈ ഒരു CPUവിൻ്റെ ഈ ഒരു പാടിനകത്ത് വെച്ച് റീബോൾ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഡയറക്റ്റ് അല്ലാണ്ട് നമ്മുടെ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ്, അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ടൈമിൽ ഈ ഒരു സ്റ്റെൻസിലിൻ്റെ എന്താ പേര് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ആ ഒരു പാടിനകത്ത് വെച്ചിട്ട് ഞാൻ അതിനെ PPD അപ്ലൈ ചെയ്ത് എന്താ പറയുക റീബോൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചില ബോളുകൾ അങ്ങോട്ട് പക്കയായിട്ട്, ചില ബോൾ അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ ഞാൻ നോർമലി ചെയ്യാറുള്ള പോലെ നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ മണ്ടയിൽ IC വെച്ചിട്ട് അതിൻ്റെ മണ്ടേ സ്റ്റെൻസിൽ യൂസ് ചെയ്ത് റീബോൾ ചെയ്തെടുക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ റീബോൾ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ബോൾസിനും ഒരേ വലുപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇതുപോലെ ഹീറ്റ് അടിക്കുമ്പോൾ ഫുള്ള് ബോൾസ് എല്ലാം അവിടെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ റീബോൾ ആയതിനു ശേഷം നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ചെത്തണം. അതായത് അതിൻ്റെ ആ ഒരു എന്താ, നമ്മൾ ബോൾസ് നമ്മളിങ്ങനെ കാണാൻ പറ്റത്തില്ലേ, അപ്പോൾ അതിനകത്ത് നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്ത് എത്തുന്ന ടൈമിൽ എല്ലാ ബോൾസിൻ്റെയും നമ്മൾ ആ റീബോൾ ചെയ്ത എല്ലാ പ്രിൻറ്റിനകത്തും വരുന്ന ഓരോ ബോൾസിൻ്റെയും ഇതേപോലെ മീൻസ് ആ പൊങ്ങി നിൽക്കുന്ന സാധനം കട്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്തത് കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ചില ബോൾസിൻ്റെ ആ ഒരു ഹെഡ്, ആ തല അങ്ങോട്ട് കട്ടാവുന്നില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ആ ബോൾ ചെറുതാണ്. അപ്പോൾ നമ്മളത് വീണ്ടും PPD അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ചെറിയ ബോളും ഓൾറെഡി വലുതായിട്ടിരുന്ന ബോളിനകത്ത് ഈ PPD അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്തോട്ട് ഇറങ്ങത്തില്ല. അതേസമയം ഈ ചെറിയ ബോൾസിൻ്റെ ആ കുഴിയിലോട്ട് ഈ ഒരു PPD ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ഹീറ്റ് അടിച്ച് റീബോൾ ചെയ്ത ടൈമിൽ ഇത് വീണ്ടും അത് റീബോളായി വരും. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ബ്ലേഡ് യൂസ് ചെയ്ത് ചെത്തി നോക്കണം. ആ ടൈമിൽ ഇതുപോലെ എല്ലാം പ്രിൻറ്റിലും ഇതുപോലെ ബോളിൻ്റെയും തല കട്ടായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ റീബോൾ ചെയ്തത് ഓക്കെ, അപ്പോൾ എല്ലാ ബോൾസിൻ്റെയും സൈസ് ഒരേപോലെ വന്നിട്ടുണ്ടെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പം IC ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഫ്ലെക്സ് എല്ലാം പോകുമ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡിനകത്തോട്ട് ഇതുപോലെ നമ്മൾ റോസിൻ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ സ്മോക്കിങ്ങിന് ആക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ CPU വെക്കുന്ന ടൈമിൽ, നമ്മൾ ഈ ഹീറ്റ് അടിക്കുന്ന ടൈമിൽ ഈ IC ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോസിൻ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ ഒരു പൊസിഷൻ വെച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് നമ്മൾ നേരത്തെ CPU റിമൂവ് ചെയ്യാനെടുത്ത് അതേ 350 ഹീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഡയറക്റ്റ് CPയിലോട്ട് ഇതുപോലെ ഹീറ്റ് അടിച്ചിട്ട് ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ബബിൾ പോലെയൊക്കെ വരുന്നതായിട്ട് തോന്നും. ഈ ടൈമിൽ നമ്മൾ ട്യൂസർ വെച്ചിട്ട് അതിൻ്റെ ഒരു കോർണർ പെയ്യൊന്ന് പ്രസ് ചെയ്തിട്ട് മാറ്റുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ ആ തെള്ളി ഭാഗത്തോട്ട് CPU നീങ്ങിയിട്ട് തിരിച്ച് റിട്ടേൺ പഴയ പോലെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബോർഡും CPU തമ്മിലോട്ടുള്ള എല്ലാ പ്രിൻറ്റിൻ്റെയും കണക്ഷൻ പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്ന ബോർഡൊന്ന് ക്ലീൻ ചെയ്യുന്നവരെ കൂളാവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൂളാവാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഫാൻ യൂസ് ചെയ്തിട്ട് കൂളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ CPൻ്റെ മണ്ടയിൽ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ആ ഷീൽഡ് കട്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ മണ്ടേ വരുന്ന ആ ഒരു ഷീൽഡിൻ്റെ കവറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെക്കുന്ന രീതിയിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലും പുറത്തും തെർമൽ പേസ്റ്റ് ആക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റാകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ബോർഡിലോട്ട് ഈ ഹീറ്റ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഈ സെയിം ഇഷ്യൂ ആയിട്ടോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് റിട്ടേൺ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫോണിന് കൂടുതൽ ലൈഫ് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുള്ള് ഫോൺ പാക്ക് ചെയ്ത് സെറ്റാക്കി നമുക്ക് ക്യാമറയും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് സെറ്റ് ഓണാക്കി നോക്കാം എന്താ ഫോണിൻ്റെ അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം എന്താ അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ MIയുടെ ലോഗോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ നമ്മളിപ്പോൾ ചെയ്ത വർക്കെല്ലാം ഏകദേശം ഓക്കെ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി ഇപ്പോൾ ജസ്റ്റ് ഫോൺ ഫുൾ ഓൺ ആക്കിയിട്ട് സൗണ്ടും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം എല്ലാം വർക്ക് ചെയ്യണം. എന്തായാലും ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്നായിരുന്നു മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഫോൺ അങ്ങനെ ഓണായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ലോക്ക് അഴിച്ച് ഇതിനെ പറഞ്ഞ കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ
ബാക്ക് ക്യാമറയും പിന്നെ ഇടയ്ക്ക് ഓഡിയോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫോൺ ലോക്ക് അടിച്ചപ്പോൾ തന്നെ ലോക്ക് അഴിക്കുന്ന ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓഡിയോ എന്തെങ്കിലും ഓഡിയോ ഇഷ്യൂവും ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറയ്ക്കായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ നേരെ ക്യാമറ ഓപ്പൺ ആയി നോക്കുമ്പോഴത്തേക്കും ക്യാമറ ഓപ്പൺ ആവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഫോൺ റീസ്റ്റേർഡ് ആയിട്ട് വന്നുകൊണ്ടായിരിക്കും ആ ഒരു ഡിലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ക്യാമറ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ക്യാമറയും വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കമൻറ്റ് ബോക്സിലുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.